Okay, good morning students. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് അടുത്ത യൂണിറ്റ് വോയിഡ് അഗ്രിമെന്റ് ആൻഡ് കണ്ടീജന്റ് കോൺട്രാക്ട്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം വോയിഡ് അല്ല വാലിഡ് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അറിയുന്ന പോലെ തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് പോകാം, വാട്ട് ഈസ് വോയിഡ് അഗ്രിമെന്റ്. എന്താണ് വോയിഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് an agreement not enforceable by law, അതായത് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമത്തിന് അനുസൃതമല്ലാത്തത്, നിയമം എൻഫോഴ്സ് ചെയ്യാതെ ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സം എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് into which means that they are unenforceable right from the time they are made. അതായത് നമ്മൾ ചില വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ആ നിയമം വരാം, എന്താ പറയുക, ചില നിയമത്തിൽ ഭേദഗതികളൊക്കെ പിന്നെ ആയിരിക്കുമല്ലോ വരിക. പക്ഷെ അറ്റ് ദ ടൈം അത് ചെയ്യുന്ന സമയത്ത് ആ നിയമം അത് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. The following types of agreements have expressly been declared to void under various sections of Indian Contract Act. ചില ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ചില എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ എക്സ്പ്രസ്ലി നമ്മൾ എന്താ വെച്ചാൽ വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താ, എഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് എന്ന് വെച്ചാൽ എന്താ, എവറി എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ എ മൈനർ ഈസ് വോയിഡ്. അതായത് എന്താ പറയുക, ഒരു രണ്ട് പേരുടെ സമ്മതപ്രകാരമല്ലാതെ ഒരു മാരേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെന്തായിരിക്കും നമ്മൾ, അതൊരു വോയിഡ് ആയിരിക്കും. ഓക്കെ, വോയിഡ് എഗ്രിമെൻ്റ് ആണ്. നമുക്ക് മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടായിട്ട്, അതും മൈനറല്ല, നമുക്കൊരു നിയമം അനുശാസിക്കുന്ന ഒരു ടൈമുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന മാരേജിനാണ് എന്തെന്ന് പറയുന്നത്, എഗ്രിമെൻ്റ് ഓഫ് റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. രണ്ടാമത് എഗ്രിമെൻ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് എന്ന് വെച്ചാൽ എന്താ, ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രൊട്ടക്ട് ബൈ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ. അതായത് നമുക്കൊരു ട്രേഡോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സോ, അതായത് ഒരു വ്യവസായം തുടങ്ങാൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം നമുക്ക് എന്തുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എല്ലാ വ്യക്തികൾക്കും. അപ്പം ജസ്റ്റ് ആസ് ദ ലെജിസ്ലേച്ചർ കനോട്ട് ടേക്ക് എവേ ഇൻഡിവിജ്വൽ ഫ്രീഡം ഓഫ് ട്രേഡ്, സോ ഓൾസോ ദ ഇൻഡിവിജ്വൽ കനോട്ട് ബി ബാർട്ടർ ഇറ്റ് എനി വേ ദ എഗ്രിമെൻറ്റ്. അതായത് എന്താ പറയുന്നത്, ഒരു ട്രേഡ്, ഒരു വ്യവസായം തുടങ്ങാൻ നമുക്ക് ഒരു ഇന്ത്യയിൽ നിയമപ്രകാരമുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് പ്രകാരമേ നമുക്ക്, അല്ലെങ്കിൽ അതിൽ പറയുന്ന നിയമത്തിനനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ എന്ത് വ്യവസായം തുടങ്ങണം എന്നുള്ളതും ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അത് നമുക്കിവിടെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പം നിയമം അനുശാസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന് നിയമത്തിൻ്റെ ചട്ടത്തിൽ നിന്നുകൊണ്ടുള്ള എന്തൊരു ട്രേഡോ കൊമേഴ്സോ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ലാത്ത പക്ഷെ അതെന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി വോയിഡ് ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പം നോക്കി വോയിഡ് എഗ്രിമെൻറ്റും അതിൽ ചില എൻഫോഴ്സേഴ്സും നമ്മൾ നോക്കി. അതായത് റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജും റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡും നോക്കി. ഓക്കെ, പിന്നെ അതിൽ കുറേ പോയിന്റ്സ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം ഈ വോയിഡ് എഗ്രിമെൻറ്റിലുള്ള റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അതിൽ കുറേ പോയിന്റ്സ് വരുന്നത്, ചില അഗ്രിമെൻറ്റ്സ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ദർ ആർ 2 എക്സംഷൻസ് ഇൻ ദിസ് റൂൾ. നമ്മളിപ്പോൾ പഠിച്ച ഇത് എക്സംഷൻ അല്ല, ഇതിൽ നിന്ന് തന്നെ കുറച്ച് എക്സംഷൻ കേസസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, സെയിൽ ഓഫ് ഗുഡ് വിൽ. അതായത് സെല്ലർ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ് മേ അഗ്രി വിത്ത് ദ ബയർ thereof not to carry on a similar business with special local limits. അതായത് ഒരു ലോക്കൽ ലിമിറ്റ്സിൽ സെയിൽ ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലോക്കൽ ലിമിറ്റ്സിൽ ഒരാളുടെ തന്നെ സ്ഥാപനത്തിൻ്റെ എന്താ പറയുക, അതേ പേര് വെച്ചിട്ട് വേറൊരാൾ ട്രേഡ്, അതൊരു നിയമം പറയുന്ന കാര്യങ്ങളാണല്ലേ. ഒരാൾ ഇപ്പോൾ മിൽമേൻ്റെ അതേ പേരിൽ നമുക്ക് സ്വന്തമായിട്ട് വേറെ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അയാളുടെ ഗുഡ് വിൽ നമുക്കത് ആവശ്യമാണ്. ഓക്കെ, അയാൾ ഗുഡ് വില്ലോട് കൂടിയിട്ട് ഗുഡ് വില്ലോ പാറ്റന്റ് റൈറ്റോ കോപ്പി റൈറ്റോ അങ്ങനെ കുറേ സാധനങ്ങളില്ലേ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരാളുടെ പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അത്
നമ്മൾ അയാളുടെ സമ്മതം അല്ലാതെ വേറെ അതേ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ടു ബി വാലിഡ് ആയിരിക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് എന്താ, certain restraints in partnership. അതായത് there are 4 provisions under the Partnership Act which recognize agreements in restraint of trade as valid. അതായത് ഒരു 3-4 പ്രൊവിഷൻസ് ഉണ്ട്, നിങ്ങളുടെ ബുക്സിലുണ്ട്, അത് വായിച്ചു നോക്കുക. ആ പ്രൊവിഷൻസ് പ്രകാരം അല്ലാതെ തുടങ്ങുന്ന ഒരു അല്ലാതെ ചെയ്യുന്ന റീസ്ട്രെയിൻഡ് ഓഫ് എന്താ പറയുക പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഇപ്പം 4 പ്രൊവിഷൻസ് ഉണ്ട്, അതിൽ കൊടുത്തിട്ടില്ല ABCD എന്ന് പറഞ്ഞിട്ടില്ല. ആ 4 പ്രൊവിഷൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ പറയുക പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഇതും നമ്മൾ ലീഗലി സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം വോയിഡ് എഗ്രിമെൻറ്റ് അതിൽ വരുന്ന ലീഗൽ പൊസിഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ലീഗൽ പൊസിഷൻസ് അല്ല, എഗ്രിമെൻറ്റ്സിൽ വോയിഡ് എഗ്രിമെൻ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ നിയമത്തെ എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലാതെ നിയമത്തിൻ്റെ ഇതല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഇത് നമുക്ക് നോക്കാൻ പോകുന്നത് അടുത്തത് ഇതിന് മുന്നേ നമ്മൾ നോക്കുന്നത് ഒരു വേഗറിങ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടോ? വേഗറിങ് എഗ്രിമെൻറ്റ്. വാട്ട് ഈസ് വേഗറിങ് എഗ്രിമെൻറ്റ് നോക്കാം. വേഗറിങ് എഗ്രിമെൻറ്റും കണ്ടീജൻ്റ് കോൺട്രാക്റ്റും ആണ് നോക്കാനുള്ളത്. അതിന് ഡിഫറൻസ് നമുക്ക് നോക്കാം. വേഗറിങ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Wagering agreement is an agreement under which money or money's worth is payable by one person to another on the happening or non-happening of a future uncertain event. അതായത് ഭാവിയിലേക്ക് വരുന്ന ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട്, അത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല, ഫ്യൂച്ചർ അൺസർട്ടൺ ഇവൻറ്റിന് വേണ്ടിയിട്ട് ഇത് ചിലപ്പോൾ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പണം നൽകുന്നതിനെയാണ് നമ്മൾ നൽകാമെന്ന് കൊടുക്കുന്ന ഒരു എഗ്രിമെൻ്റ് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേഗറിങ് എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എ ആൻഡ് ബി ബെറ്റ്, എയും ബിയും ബെറ്റ് വെച്ചു ആസ് ടു വെദർ ഇറ്റ് വുഡ് ബി റെയിൻ ഓൺ എ പെർട്ടിക്കുലർ ഡേ ഓർ നോട്ട്. എ പ്രോമിസ് ടു പേ ₹100 ടു ബി ഇഫ് ഇറ്റ് ഈസ് റെയിൻഡ് ആൻഡ് ബി പ്രോമിസ്. അതായത് എയും ബിയും നാളെ മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് ₹100 ബെറ്റ് വയ്ക്കും. അപ്പോൾ ചിലപ്പം മഴ പെയ്യാം അല്ലേ, ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ നാളെ ചിലപ്പോൾ മഴ പെയ്യാം, ചിലപ്പോൾ മഴ പെയ്യാതിരിക്കാം. പക്ഷെ അത് ഉറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബെറ്റ് ഒരു പ്രോമിസ് വയ്ക്കുക, പണം കൊടുക്കുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ഈ വേഗറിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് വേഗറിങ് എഗ്രിമെൻറ്റ്. ഈ വേഗറിങ് എഗ്രിമെൻറ്റിന് ചില എസെൻഷ്യൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? അൺസർട്ടൺ ഇവൻ്റ് ആണ് അത് അല്ലേ, നമുക്ക് അൺസർട്ടൺ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം അത് നടക്കാം, നടക്കാതിരിക്കാം. മുന്നോട്ടേക്കുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തത് എന്താ? മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. അതേപോലെ ലാഭം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുമുള്ള മ്യൂച്വൽ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ രണ്ടാളിൽ ഒരാൾക്കാണെങ്കിൽ ലക്ക് ഉണ്ടാവും അല്ലേ, ഒരാളതായിരിക്കും നടക്കാൻ പോകുന്നത്, മറ്റേ നടക്കാൻ പോകുന്നില്ല. അപ്പം ലാഭമാവാം നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. നൈദർ പാർട്ടി ടു ഹാവ് കൺട്രോൾ ഓവർ ദ ഇവൻറ്റ്. അതായത് ഒരു പാർട്ടിക്ക് ആ ഇവൻറ്റ് കൺട്രോൾ ചെയ്യാതിരിക്കാനോ പറ്റില്ല. ഒരു അൺസർട്ടൺ ഇവൻറ്റിലേക്കാണ് നമ്മൾ ബെറ്റ് വെക്കുന്നത്. പിന്നെ നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദ ഇവൻറ്റ്. അതിൻ്റെ മുകളിൽ വേറെ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടോ ഇല്ല, ജസ്റ്റ് ചുമ്മാ ഒരു പ്രോമിസിൻ്റെ മേലെ വെക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണത്. അഞ്ചാമത്തെ പോയിന്റ് എന്താ? പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത്. അതായത് പണോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ട് എന്തോ കൊടുക്കാന്നുള്ളതൊരു പ്രോമിസാണ്. അതൊരു എഗ്രിമെൻറ്റോ കാര്യമല്ല, ഒരു പ്രോമിസ് ആയിരിക്കും ഈ വേഗറിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിപ്പം നമ്മളെ ലോട്ടറി, അതിനൊരു എക്സാമ്പിളാണ് ലോട്ടറി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഓക്കെ, ബെറ്റ് വയ്ക്കുക എന്നുള്ള അതാണ് ഈ വേഗറിങ് എഗ്രിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേഗറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണീസ് ബർത്തിന് വെച്ചിട്ട് ഭാവിയിലേക്കൊരു ഇവൻറ്റിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീജൻറ്റ് കോൺട്രാക്ട്. വാട്ട് ഈസ് കണ്ടീജൻറ്റ് കോൺട്രാക്ട്? കണ്ടീജൻറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താ? വേഗറിങ് കോൺട്രാക്ട് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഭാവിയിലേക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു പ്രോമിസാണ്. ഓക്കെ, ഒരു ബെറ്റ് പോലത്തെ ഒരു പ്രോമിസാണ് വേഗറിങ് കോൺട്രാക്ട്. ഇനി കണ്ടീജൻറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീജൻറ്റ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവൻറ്റ് കൊളാറ്ററൽ ടു സച്ച് കോൺട്രാക്ട്. അതായത് എന്താണ്? ഒരു ഈവൻറ്റ് സംഭവിക്കുമ്പോൾ ഇപ്പോൾ വേഗറിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഇതാണ്, അത് മറ്റത് സംഭവിക്കാതിരിക്കാം, നമുക്ക് ഹോപ്പിൻ്റെ മേലെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു ഇത്. പക്ഷേ കണ്ടീഷൻ കോൺട്രാക്ട് ഒരു ഇവൻറ്റ് അവിടെ നടന്നു, ആ നടന്നതിന് നമ്മൾ പണം കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്ന് ഡു ഓർ ഡു നോട്ട് ടു ഡു എന്നാണ് പറയുന്നത്. ചെയ്യാതിരിക്കാം, പക്ഷേ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോമിസിനെയാണ് കണ്ടീഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്.
ഒരു എക്സാമ്പിൾ നോക്കിയാൽ വെച്ചാൽ എ കോൺട്രാക്ട്സ് ടു പേ ബി ₹10,000 ഇഫ് ബീസ് ഹൗസ് ഈസ് ബേൺഡ്. അതായത് ഒരു എയും ബി എന്ന് പറഞ്ഞ ഒരാൾ 2 വ്യക്തികളുണ്ട്. ബീൻ്റെ വീട് ഇപ്പോൾ കത്തിപ്പോയത് കണ്ടു. അപ്പോൾ എ പ്രോമിസ് ചെയ്യാണ്, ഞാൻ ഒരു 10,000 രൂപ ഈ വീട് ഇപ്പോൾ കത്തിപ്പോയിന് തരാമെന്നുള്ളത്. അപ്പോൾ അതോടെ നടന്ന സംഭവത്തിൻ്റെ മുകളിലാണ് എ പ്രോമിസ് ചെയ്യുന്നത് ബിനോട്. ഓക്കെ, ഇത് ഇവൻ്റ് ഈസ് ഹാപ്പനിങ് ആണ് അവിടെ. പക്ഷേ പണം കൊടുക്കാന്നുള്ളത് ഒരു ടേംസ് ഓഫ് പ്രോമിസ് മാത്രമാണ് തരാമെന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൂൾസ് ഫോർ റിഗാർഡിങ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് കണ്ടീജൻറ്റ് കോൺട്രാക്ട്സ് ഉണ്ട്. എന്തൊക്കെ റൂൾസ് ആണുള്ളത്? ഒരു റൂൾ ഇവിടെ പറയുന്നത് റൂൾസ് റിഗാർഡിങ് കണ്ടീജൻറ്റ് കോൺട്രാക്ട് സംബന്ധിച്ചും, അതായത് കോൺട്രാക്ട്സ് കണ്ടീഷൻ അപ്പോൺ ദ ഹാപ്പനിങ് ഓൺ എ ഫ്യൂച്ചർ അൺസർട്ടൻ ഇവന്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ അൺടിൽ ദാറ്റ് ഇവന്റ് ഈസ് ഹാപ്പൻഡ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഹാപ്പൻഡ് ആയ ഒരു ഇവൻറ്റിൻ്റെ മേലെയായിരിക്കും പൈസ കൊടുക്കുക. ഭാവിയിൽ അത് കത്താന്നിൻ്റെ വീട് നിലപ്പം ഭാവി കത്തിപ്പോവും അല്ലെങ്കിൽ കത്താതിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ. നമ്മളൊരു സാധനം കണ്ടു, ആ സ്പോട്ടിലാണ് നമ്മൾ അതിൻ്റെ ഇന്നത് ചെയ്യാം എന്ന് പറയുന്നത് ഒരു പ്രോമിസ് കൊടുക്കുക. അതിനെയാണ് കണ്ടീജൻറ്റ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടീജൻറ്റ് എഗ്രിമെൻറ്റും വാഗറിങ് എഗ്രിമെൻറ്റും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് നോക്കാം നമുക്ക്. അത് കണ്ടീജൻറ്റ് കോൺട്രാക്റ്റും വാഗറിങ് കോൺട്രാക്റ്റും. A wagering agreement consists of a reciprocal promises while a contingent contract may not consist of a, അതായത് വേഗറിങ് നമ്മൾ പറഞ്ഞത് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. നമുക്ക് ഇറ്റ് മേ ബി ഹാപ്പൻഡ് ഓർ മേ നോട്ട് ബി ഹാപ്പൻ ആണ്. കണ്ടീജൻ്റ് ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അത് ഹാപ്പൻഡ് ആയിരിക്കും എന്നാൽ മാത്രമേ അത് വരുള്ളൂ. രണ്ടാമത്തത് വേഗറിങ് എഗ്രിമെൻറ്റ് ഓഫ് എ കണ്ടീജൻ നേച്ചർ വൈൽ കണ്ടീജൻ കോൺട്രാക്ട് മേ നോട്ട് ബി എ വേഗറിങ് നേച്ചർ. എല്ലാ വേഗറിങ് എഗ്രിമെൻറ്റും കണ്ടീജൻ നേച്ചർ ആയിരിക്കും. കാരണം ചിലപ്പോൾ അത് സംഭവിക്കാം അല്ലേ, മേ ഓർ മേ നോട്ട് ബി ഒക്കറിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അത് സംഭവിക്കാം. അപ്പോൾ അതെപ്പോഴും എന്തൊരു കണ്ടീജൻ നേച്ചർ ആയിരിക്കും വേഗറിങ് എഗ്രിമെൻറ്റ്. പക്ഷേ എല്ലാ കണ്ടീജൻ എഗ്രിമെൻറ്റും വേഗറിങ് നേച്ചർ ആയിരിക്കില്ല. അതായത് നടക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അവിടെ നടന്നു ഒരു ഇവൻറ്റിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ആ എഗ്രിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ ഡിഫറൻസ് ആണ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് റെസിപ്രോക്കൽ നേച്ചർ ആയിരിക്കും എന്ത് വേഗറിങ് എഗ്രിമെൻറ്റ്, മറ്റത് നോട്ട് കൺസിസ്റ്റ് ഓഫ് എ റെസിപ്രോക്കൽ നേച്ചർ പ്രോമിസസ്. ഓക്കെ, രണ്ടാമത്തത് എല്ലാ വേഗറിങ് എഗ്രിമെൻറ്റും എന്തായിരിക്കും കണ്ടീഷൻ നേച്ചർ ആയിരിക്കും. പക്ഷേ എല്ലാ കണ്ടീഷൻ എഗ്രിമെൻറ്റും വേഗറിങ് നേച്ചർ ആയിരിക്കില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താ, വേഗറിങ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് വൈൽ കണ്ടീഷൻ കോൺട്രാക്ട് ഈസ് വാലിഡ്. വേഗറിങ് എഗ്രിമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. ഒരു ബെറ്റിൻ്റെ പുറത്തുള്ളതായിരിക്കുമല്ലോ അല്ലേ. രണ്ടുപേർ ചേർന്നിട്ട് ഇപ്പം ഈ നിമിഷം വേണമെങ്കിൽ നമുക്കൊരു കാര്യത്തിന് ബെറ്റ് വയ്ക്കാം. അപ്പം അത് ഷുഡ് നോട്ട് ബി എ വാലിഡ്, അതൊരു വാലിഡ് ആയിരിക്കില്ല. പക്ഷെ കണ്ടീഷൻ എഗ്രിമെൻ്റ് എപ്പോഴും എന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. ഒരാളൊരു സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അയാൾ പൈസ ആ സ്പോട്ടിൽ നമ്മളൊരിതിന് ഈ ഒരു ഇവൻറ്റിൻ്റെ മുകളിൽ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ടാവും, മറ്റേത് എന്തായാലും ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല. നാലാമത്തെ പോയിന്റ്, വേഗറിങ് എഗ്രിമെൻറ്റ് പാർട്ടീസ് ഹാവ് നോ അതർ ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട് മാറ്റർ എക്സെപ്റ്റ് ഫോർ വിന്നിങ് ഓർ ലോസിങ് ഓഫ് വേഗറിങ് എമൗണ്ട് വൈൽ ഇറ്റ് ഈസ് നോട്ട് സോ ഇൻ കണ്ടീഷൻ കോൺട്രാക്ട്സ്. അതായത് കണ്ടീഷൻ കോൺട്രാക്റ്റ് പോലെ ആയിരിക്കില്ല. അതിൽ നമുക്ക് വേഗറിങ് കോൺട്രാക്റ്റിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കണ്ടീഷൻ കോൺട്രാക്റ്റിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നല്ല, പക്ഷേ ഇറ്റ് ഷുഡ് ബി വാലിഡ് ആണ്. അപ്പം നമുക്കത് ചെയ്യാന്ന് പറയുന്ന കുറച്ചും കൂടി ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നമ്മളിപ്പം ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നതിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു സബ്ജക്റ്റ് മാറ്റർ അതിൽ ഉണ്ടായിരിക്കും അല്ലേ. മറ്റത് അങ്ങനെയല്ല, നമ്മൾ എന്തിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടി ബെറ്റ് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്താ, ഇൻ വേഗറിങ് എഗ്രിമെൻറ്റ് ദ ഫ്യൂച്ചർ ഇവൻറ്റ് ഈസ് ദ സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ വെൽ ദ കണ്ടീഷൻ കോൺട്രാക്ട് ഫ്യൂച്ചർ ഇവൻറ്റ് ഈസ് ഓൺലി കൊളാറ്ററൽ. ഓക്കെ, അതായത് കണ്ടീഷൻ കോൺട്രാക്റ്റിൽ ഫ്യൂച്ചർ ഇവൻറ്റ് എന്ന് പറയുന്നത് കൊളാറ്ററൽ ആയിരിക്കും, ഓൺലി കൊളാറ്ററൽ ആയിരിക്കും. വേഗറിങ്ങിലായിരിക്കും സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ, ഒരു ഡിറ്റർമിനിങ് ഫാക്ടറായിട്ട് അതിൽ നമുക്കതിനെ സോളായിട്ട് കൺസിഡർ ചെയ്യാൻ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇത്രയും ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോക്കി പോവുക, നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത്രയുള്ള ഈ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് കണ്ടീഷൻ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ.